കൊടുത്തതാണ്, റെക്കോർഡഡ് ആയിട്ട്. അത് റെക്കോർഡ് അല്ലാത്തത് ഒരുപാട് അതിനേക്കാളും എത്രയോ ഇരട്ടിയായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വശത്ത് പണമുണ്ട്, പവറുണ്ട്, വർഗീയതയുണ്ട്, അതിനപ്പുറമായിക്കൊണ്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മാനിപ്പുലേഷൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ് മീറ്റ് നിങ്ങളെടുത്ത് നോക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്ര തവണ പത്രസമ്മേളനം നടത്തി? ശരിക്കും ഒരു ഇന്ത്യ കണ്ടിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇത്ര ഭീരുവാണ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ള ടെലിപ്രൊപ്പറേറ്റർ വെച്ച് മാത്രം വലിയ രീതിയിൽ അദ്ദേഹം പ്രസംഗിക്കും. ഇലക്ഷൻ വരുമ്പോൾ അയോധ്യ പറയും, ഇലക്ഷൻ വരുന്ന സമയത്ത് CAA പറയും, NRC പറയും, ഇങ്ങനത്തെ പൊളിറ്റിക്സ് പറയും, ജനങ്ങളെ ഡിവൈഡ് ചെയ്യും. പക്ഷെ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് പോലും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് നടത്തുന്നു. അദ്ദേഹം പറയുന്നത് അത് കൃത്യമായിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന് 80 ആളുകളുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന 80 ആണ്. നമുക്കൊക്കെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പേരുണ്ട്. പക്ഷേ കർണാടകയിൽ ബാംഗ്ലൂർ സെൻട്രലിലുള്ള ഒരൊറ്റ അവിടെയുള്ള പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി അത് വെച്ചിട്ടാണ് നമ്മൾ അതിന് കണക്ക് ഡാറ്റ എടുത്തിട്ടുള്ളത്. അവിടെയുള്ള ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, കേരളത്തിൽ നമ്മൾ 7 അസംബ്ലിയാണ് ഒരു പാർലമെന്റ് എങ്കിൽ കർണാടകയിൽ അത് 8 എണ്ണമാണ്. അതിലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വെച്ച് കണക്കെടുക്കുന്ന സമയത്താണ് ഒരു വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ പേര് നോക്കുമ്പോൾ ABCD HIG ഇങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വോട്ടിംഗ് ഒരാൾക്ക് ഒരു ഇലക്ഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് വോട്ട് ചേർക്കുകയാണല്ലോ. നമ്മളിപ്പോൾ ചേർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടി ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ പറയുന്നത് കുഴപ്പമില്ലല്ലോ അല്ലേ? കേരളത്തിലെ ഇലക്ഷൻ UDF വലിയ രീതിയിൽ STയുടെ സമ്മേളനം അതുകൊണ്ട് പറയാണ്, വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കി. കോർപ്പറേഷനുകൾ കോഴിക്കോട് നമുക്ക് നഷ്ടപ്പെട്ടു, പക്ഷേ തിരുവനന്തപുരം ഒഴികെ 6 കോർപ്പറേഷൻ 4 നമ്മൾ ജയിച്ചു. പഞ്ചായത്തുകൾ ഒട്ടുമിക്ക വർഷങ്ങൾക്ക് ശേഷം പിടിച്ചു. കോഴിക്കോട് ജില്ലയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജില്ലാ പഞ്ചായത്ത് പിടിച്ചു. 80 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് നമ്മൾ ലീഡാണ്. പക്ഷേ ഈ വോട്ട് ചേർക്കുന്ന പ്രക്രിയ ഇന്നലെ അതിൻ്റെ കണക്ക് പുറത്തു വരുന്ന സമയത്ത് നമ്മൾ വളരെ പിന്നിലാണ്. കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ MLA-മാരെ ജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും വിഷമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്ന് കൂടി ഒരു അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആകസ്മികമായിട്ട് ഇലക്ഷനെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ്യത്ത് ഈ ഡിവിഷൻസ് ഒക്കെ നടക്കുന്ന സമയത്തും നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവരെ 400 സീറ്റായിരുന്നു BJP പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത്. 2 നിതീഷ് കുമാറും അതേപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവും ഇന്ത്യ മുന്നണിയിൽ വന്നും പോയി നിന്ന ആളുകളാണ്. അവരവിടുന്ന് പിന്തുണ പിൻവലിക്കുന്ന ഒരു ഘട്ടം ഉണ്ടെങ്കിൽ BJP ഗവൺമെന്റ് താഴെ പോകുന്ന അവസ്ഥയുണ്ട്. ഈ രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെ ഉൾപ്പെടെ ഏറ്റവും വലിയ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് EDയും IT ഡിപ്പാർട്ട്മെന്റും എല്ലാ സ്ഥാപനങ്ങളും ഉപയോഗിച്ചിട്ടിട്ട് പോലും BJP അവരുദ്ദേശിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഇതൊരു മോശം അവസ്ഥ രാജ്യത്തുണ്ട്. മതത്തിന്റെ പേരിൽ പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. ഇവിടെ നമുക്ക് പറയാം, ഇലക്ഷൻ SIR നടക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് അതായത് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാൻ ഇലക്ഷൻ കമ്മീഷന് റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓൾറെഡി കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അടക്കം പൗരത്വ വിഷയത്തിൽ ഇടപെടുന്ന, മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണാധികാരികൾ അടക്കം പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയായിരുന്നുവെങ്കിൽ, ഞാൻ എപ്പോഴും പറയാനുള്ളത് അത് പാസ്റ്റാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ജാതിയുടെയും മതത്തിന്റെയും ഭക്ഷണത്തിന്റെയും പേരിൽ രാജ്യം ഇന്ന് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. തിരിച്ചു പിടിക്കാൻ ഒറ്റക്കെട്ടായി നിന്നാണ് മാത്രം. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഏകദേശം